നമസ്കാരം. ഇന്ന് വെളിച്ചെണ്ണ നിങ്ങൾക്ക് എങ്ങനെ ഒരു ബിസിനസ് അവസരമാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ഞങ്ങളുടെ നിരവധി വീഡിയോകളിൽ ഏറ്റവും ചുരുങ്ങിയ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റാവുന്ന ബിസിനസ് ആശയങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി ഞങ്ങൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ലിക്വിഡ് ഹാൻഡ് വാഷ്, ഡിഷ് വാഷ് തുടങ്ങിയവ, അതുപോലെ പാല് ഉൽപ്പന്നങ്ങൾ, സ്വീറ്റ്സ്, തേയില, ഉണക്കമീൻ, ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെയുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാം എന്നുള്ളതിനെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചുമെല്ലാം ഇതിനു മുമ്പുള്ള വീഡിയോകൾ ഞങ്ങൾ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ പറയുന്നത് വെളിച്ചെണ്ണയെ കുറിച്ചാണ്. വെളിച്ചെണ്ണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അതുപോലെ വെളിച്ചെണ്ണ നമ്മുടെ കേരളത്തിൽ തന്നെ വളരെയധികം ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ധാരാളമായി ഉപയോഗിക്കുന്നതുമായ ഒരു കാർഷിക ഉൽപ്പന്നമാണ്. അതിന് ഗുണമേന്മ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ വളരെ ചെറുപ്പകാലം തൊട്ടേ, കുറെ കാലങ്ങൾ തൊട്ടേ നമ്മൾ കൊച്ചുകുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റാവുന്ന ഒരു ആരോഗ്യകരമായ ഒരു കാർഷിക ഉൽപ്പന്നമായതുകൊണ്ടാണ് നമ്മൾ അത് എല്ലാ മേഖലയിലും നമ്മൾ അത് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ആവശ്യവും കൂടുതലാണ്. നമ്മുടെ കേരളത്തിൽ ഒരു ദിവസം ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ വലിയ ക്വാണ്ടിറ്റി വെളിച്ചെണ്ണയാണ് നമ്മുടെ നാട്ടിൽ ഒരു ദിവസം തന്നെ ആവശ്യം വരുന്നത്. വെളിച്ചെണ്ണ അതുകൊണ്ട് തന്നെ അതിന് ആനുപാതികമായിട്ടുള്ള വെളിച്ചെണ്ണ മില്ലുകളോ അല്ലെങ്കിൽ അത് സപ്ലൈ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ കമ്പനികളോ ഇല്ല എന്നുള്ളതാണ് ഈ രംഗത്ത് നമുക്ക് ഇത് എങ്ങനെ ഒരു ബിസിനസ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു അവസരം എന്ന് പറയുന്നത്. ഇത്രയധികം വെളിച്ചെണ്ണ ഉള്ള നാടായിട്ടും ഇത്രയധികം വെളിച്ചെണ്ണക്ക് ആവശ്യക്കാരുണ്ടായിട്ടും പക്ഷേ ഒട്ടുമിക്ക ആളുകൾക്കും ഈ വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ ഒരു ഭയമുണ്ട്. കാരണം ഇതിൽ മായം കലർന്നു എന്നുള്ള ഒരു രീതി ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഉള്ളത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ആളുകൾ വാങ്ങുമ്പോൾ തീർച്ചയായും അതിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തിയാണ് സാധാരണ വാങ്ങുന്നത്. ഇവിടെയാണ് നമ്മുടെ അവസരങ്ങൾ നമുക്ക് ക്രിയാത്മകമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. നല്ല മേന്മയുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ, നല്ല ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ ആ ഉൽപ്പന്നത്തെ വാങ്ങുന്ന ആളുകൾ തന്നെ നിരന്തരം പിന്നീട് അത് വാങ്ങിച്ചുകൊണ്ടിരിക്കും. കാരണം ആരോഗ്യകരമായ ഒരു തീരുമാനമാണത്. അപ്പോ ഞങ്ങളുടെ എല്ലാം വീട്ടിൽ വെളിച്ചെണ്ണ വാങ്ങുന്നത് സ്ഥിരമായി വാങ്ങുന്ന ആളിൽ നിന്ന് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു കൊപ്ര മില്ലോ അല്ലെങ്കിൽ അതിന്റെ മെഷീനറിയോ വലിയ ഫാക്ടറിയോ ഒന്നുമില്ല. അവർ ചെയ്യുന്നത് വലിയ കമ്പനികളിൽ നിന്ന് മൊത്തമായി വെളിച്ചെണ്ണ വാങ്ങി നല്ല മേന്മയുള്ള ക്വാളിറ്റി വാങ്ങി അത് നിങ്ങൾ നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെട്ട് നല്ല മേന്മയുള്ള വെളിച്ചെണ്ണയാണെന്ന് ഉറപ്പുവരുത്തി ആ മില്ലുകളിൽ നിന്ന് അത് വാങ്ങിച്ച് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് റീപാക്കിംഗ് ബിസിനസ് നമുക്ക് തുടങ്ങാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾ വെളിച്ചെണ്ണ വാങ്ങുന്ന ആളുകൾ ചെയ്യുന്നത് അങ്ങനെയാണ്. അവർ നല്ല ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണ മില്ലുകളിൽ നിന്ന് വാങ്ങി നല്ല ബോട്ടിലുകളിൽ നിറച്ച് ചെറുകിടക്കാർക്കും അതുപോലെ അവരുടെ അത്യാവശ്യ അടുത്തുള്ള ആളുകൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം കൊടുത്ത് അതിന്റെ ഗുണമേന്മയും അതിന്റെ വിശ്വാസ്യതയും ഉറപ്പുവരുത്തി കഴിയുമ്പോൾ പിന്നെ അതിന്റെ ടെറിട്ടറി വർദ്ധിപ്പിച്ചു വന്ന് കുറെ മേഖലയിലേക്കുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു വലിയ അവസരമാണ് വെളിച്ചെണ്ണ. ഈ അവസരം ഉപയോഗപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ ആദ്യം ഏറ്റവും നല്ല വെളിച്ചെണ്ണ തിരഞ്ഞെടുത്ത് ഏറ്റവും നല്ല മില്ലുകളെ കണ്ടെത്തി അവിടെ നിന്ന് നിങ്ങൾ നേരിട്ട് കണ്ട് ഉറപ്പുവരുത്തിയ വെളിച്ചെണ്ണ വലിയ ബാരലുകളിലായി വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ കാണുന്ന തരത്തിലുള്ള ബോട്ടിലുകളിലോ ജാറുകളിലോ നിറച്ച് അതിന് ആവശ്യമായ സ്റ്റിക്കേഴ്സ്, നിങ്ങളുടെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ട MRPക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിലക്ക് വിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു രംഗത്തെ അവസരം എന്ന് പറയുന്നത്. ഗുണമേന്മയുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അല്പം വില കൂട്ടി വിൽക്കാം. കാരണം ഇന്ന് നല്ലൊരു ശതമാനം ആളുകളും വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ അതിന് ഗുണമേന്മയുണ്ടെങ്കിൽ അതിന് വില അത്ര വലിയ കാര്യമാക്കാറില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള പാക്കിങ്ങിൽ, നല്ല പാക്കിങ്ങിൽ ഇതുപോലെയുള്ള ബോട്ടിലുകളിലെല്ലാം നിറച്ചു വെച്ചിരിക്കുന്ന
ബോട്ടിലുകളിലോ ജാറുകളിലോ ഒക്കെ നിറച്ച് നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് മെഷീനറി ആവശ്യമില്ല, മറ്റു മാൻ പവർ അധികം ആവശ്യമില്ല. മാത്രമല്ല ഒരിക്കൽ പാക്ക് ചെയ്താൽ കുറെ ദിവസം നിൽക്കുന്നതായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കേടുവരാത്തതായതുകൊണ്ടും നിലവിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരു അവസരമാണ്. മാത്രമല്ല വെളിച്ചെണ്ണയുടെ ഉൽപ്പന്നങ്ങൾ, വെളിച്ചെണ്ണയുടെ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണ എന്ന് പറയുന്നത് വെന്ത വെളിച്ചെണ്ണ, അതുപോലെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, കോൾഡ് പ്രോസസ്, ഹെയർ ഓയിൽ, അതുപോലെ നിരവധി വെളിച്ചെണ്ണ തന്നെ ഉപവർഗങ്ങളായിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മാർജിൻ നിങ്ങൾക്ക് ലഭ്യമാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബിസിനസ് നിങ്ങൾ റീപാക്കിംഗ് തുടങ്ങി നിങ്ങളുടെ അടുത്തുള്ള ആളുകൾക്കും നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലും നിങ്ങളുടെ ബന്ധുക്കൾക്കെല്ലാം കൊടുത്ത് ഒരു ആത്മവിശ്വാസം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഞാൻ പറഞ്ഞ ഈ രീതിയിലുള്ള കോക്കനട്ട് മറ്റ് ഓയിലുകളിലേക്ക്, അതുപോലെ ഇതിന്റെ തന്നെ ഉൽപ്പന്നങ്ങളായ നാച്ചുറൽ കോക്കനട്ട് ഓയിൽ അതുപോലെ ഉള്ള ഉൽപ്പന്നങ്ങളിലേക്ക് കടന്നാൽ കൂടുതൽ നിങ്ങൾക്ക് ബിസിനസ് രംഗത്ത്, വെളിച്ചെണ്ണയുടെ ബിസിനസ് രംഗത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഉയർപ്പ് അല്ലെങ്കിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ വെളിച്ചെണ്ണ ചെയ്യുന്ന നല്ലൊരു വിഭാഗം ആളുകളും ഇതുപോലെ റീപാക്കിംഗ് ചെയ്യുന്ന ആളുകളാണ്. കാരണം വെളിച്ചെണ്ണ എല്ലാവർക്കും ആവശ്യമുള്ള വസ്തു ആയതുകൊണ്ട് പല ആളുകളും ഇന്ന് വെളിച്ചെണ്ണ റീപാക്കിംഗ് രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിന്റെ അവസരങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെയുള്ള ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇതുപോലെയുള്ള ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് തന്നെ കുറെ ആളുകൾ ആ ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്ന് പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാൻ പറ്റാവുന്ന ഒരു അവസരമായി ഇതിനെ കാണുക. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങി നോക്കുന്നതിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇതിന് ആവശ്യമില്ല. അതിന്റെ നമ്മൾക്ക് ആ കോൺഫിഡൻസ് എല്ലാം വന്നു കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് അതിന് കൂടുതൽ ഏരിയ വർദ്ധിപ്പിച്ച് കൂടുതൽ മുതൽ മുടക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നത്. ഒരു സാധ്യത പഠനം നടത്തുന്നതിന് വളരെ ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. ഞങ്ങളുടെ ഇതിനു മുമ്പുള്ള വീഡിയോകളെല്ലാം കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോട് വലിയ താല്പര്യം ഇല്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തേയില ചെയ്യാം, അല്ലെങ്കിൽ ലിക്വിഡ് ഹാൻഡ് വാഷ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സോ കാഷ്യൂനട്ടോ ഇതെല്ലാം ചെയ്യുന്നതിനുള്ള എളുപ്പമാർഗങ്ങളും അതിന്റെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഞങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശയം ഉരുത്തിരിഞ്ഞു വരുമെന്നുള്ളത് തീർച്ചയാണ്. മാത്രമല്ല ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള പാക്കിംഗ് മെറ്റീരിയലിനെ കുറിച്ചും പാക്കിംഗ് മെഷീനറികളെ കുറിച്ചും എല്ലാം കൂടുതലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതാത് സമയത്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ 22 വർഷത്തോളമായി ഈ രംഗത്ത് വളരെ സജീവമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ഇത്ര ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നത്. 25ഓളം രാജ്യങ്ങളിൽ സന്ദർശിച്ച് അവിടെയുള്ള നൂതനമായ പാക്കിംഗ് ആശയങ്ങളെല്ലാം കണ്ടും മനസ്സിലാക്കിയും കൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെയുള്ള ആശയങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ രംഗത്ത് ഗവേഷണം നടത്തുക, പഠിക്കുക, നല്ലൊരു സംരംഭകനാകുക. നന്ദി, നമസ്കാരം. Different varieties of packing materials with different features to different industries for different applications. A to Z Packaging, a different packing partner. Wide variety of packing materials, especially for repacking startup companies. Bottles, jars, glass bottles, pouches, stand-up pouches, ready printed pouches, acrylic jar, cosmetic bottles, metal tins, paper tins, and thousands of other packaging products and machineries. You can start your own business by repacking any products of your choice without a major investment. Dry fruits, pulses, spices, cosmetic, detergent, edible oil, herbal and food products are the best choice for repacking. For more details, please contact us or visit our office at Cheranallur, Kochi.
Thank you.